മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി ഇന്നലെയാണ് റദ്ദാക്കിയത്. ഇതോടെ സർക്കാരിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് മുനമ്പം നിവാസികൾക്ക്. നിരാഹാര സമരം തുടങ്ങി 156 ദിവസം പിന്നിടുമ്പോൾ ശക്തമായ സമരമുറകളുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. മുനമ്പം കേസിന് പിന്നിലുള്ളവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് NIAക്ക് പരാതി നൽകാനും സമരസമിതി തീരുമാനിച്ചു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് വലിയ പ്രതീക്ഷയോടെയാണ് മുനമ്പം നിവാസികൾ നോക്കിക്കണ്ടത്. നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടെടുത്തു. കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയത് മുനമ്പം നിവാസികൾക്കേറ്റ വലിയ തിരിച്ചടിയായി. പക്ഷേ പിന്നോട്ടില്ല. പുതിയ സമരമുറകളുമായി ശക്തമായി മുന്നോട്ട്. മുനമ്പത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കടലിൽ ഒരു ദിവസത്തെ നിരാഹാരം സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. എല്ലാ ഹൈന്ദവ സംഘടനകളും ഒരുമിച്ച് ഇവിടുന്ന് വലിയൊരു പദയാത്രയാണ് നടത്തുന്നത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് മുനമ്പം ടു ട്രിവാൻഡ്രം എന്ന രീതിയിലാണ് ഞങ്ങൾ അടുത്ത ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ കടലിന്റെ മക്കൾ കടലിൽ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിരാഹാര സമരം ഒരു ദിവസം കടലിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. സമര തീയതികൾ KCBCയോടും SNDPയോടും കൂടി ആലോചിച്ച ശേഷമായിരിക്കും നടപ്പിലാക്കുക. വഖഫ് സംരക്ഷണ സമിതി എന്ന് അവകാശപ്പെടുന്ന 3 വ്യക്തികൾക്കെതിരെയും മുനമ്പം കേസിന് പിന്നിലുള്ളവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടും NIAക്ക് പരാതി നൽകുവാനും മുനമ്പം സമരസമിതി തീരുമാനിച്ചു. News 18 കൊച്ചി.